Welcome to online class of AET. Last class we discussed about Gauss law. This class we are going to study applications of Gauss law. The first important application of Gauss law is how it can be used to find electric field of a spherical shell of charge. Okay, Gauss law help us to find electric flux density and electric field intensity of various structures. At first, consider a spherical shell of charge. Okay, let the radius be a. അപ്പം ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് എ ആണ്. അതിനകത്തുള്ള ടോട്ടൽ ചാർജിനെ നമ്മൾ ക്യൂ ആണെന്ന് ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സ്പെറിക്കൽ ഷെല്ലിനെ ഞാൻ കാണുന്നത് എന്താണ്, ഒരു ഗോസിയൻ സർഫസ് ആയിട്ട് ഇമാജിൻ ചെയ്യണം. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഗോസിയൻ സർഫസ് ആയിട്ട് വേണം എന്താണ് ഈ പ്രോബ്ലംസിനെ, ഈ ആപ്ലിക്കേഷൻസിനെ എല്ലാം തന്നെ നമ്മൾ ചെയ്യുമ്പം ഒരു ഇമാജിനറി സർഫസ് നമ്മൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു ഇമാജിനറി സർഫസ് ആയിട്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, കോൺസെൻട്രിക് സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ഫിയർ ആണ്, അതിൻ്റെ റേഡിയസ് ആർ. ഓക്കെ, ലെറ്റ് പി ബി ആൻ എക്സ്റ്റേണൽ പോയിൻറ്റ്, ദൂരെയുള്ള ഒരു പോയിൻറ്റ് പി എ ഞാൻ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം സ്ട്രക്ചറിനകത്ത് കോൺസെൻട്രിക് സ്ഫിയർ ഓഫ് റേഡിയസിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാൽ ഡി ആണ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, അപ്പോൾ ഒരു ഗോസിയൻ സർഫസ് കോൺസെൻട്രിക് സ്ഫിയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺസെൻട്രിക് സ്ഫിയർ എന്ന് പറയുമ്പം അതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ ഡി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പം ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി മീൻസ് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പം ഏരിയ ഇൻറ്റു ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ ഏരിയ 4πr², ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡി. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4πr² ഡി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഗോസ് ലോ വെച്ച് നമുക്കറിയാൻ പറ്റും ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് അല്ലേ. ഗോസ് ലോ പറയുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് എന്നാണ്. റൈറ്റ്, അങ്ങനെ ആകുമ്പം ചാർജ് എൻക്ലോസ്ഡിനെ ഞാൻ ക്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, ചാർജ് എൻക്ലോസ്ഡിനെ ഞാൻ ക്യൂ എന്ന് പറയുന്നു. അങ്ങനെ ചാർജ് എൻക്ലോസ്ഡ് ക്യൂ ആകുമ്പോഴത്തേക്കും 4πr² ഈസ് ഈക്വൽ ടു ക്യൂ ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ് electric flux density E is equal to Q divided by 4πr². ഓക്കെ, ഇനി ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്. അപ്പോൾ ഡിക്ക് പകരം ഞാൻ എപ്സിലോൺ ഇ കൊടുത്തു. അപ്പോൾ എപ്സിലോൺ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πr². അങ്ങനെയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε0r². ഓക്കെ, ക്യൂ ഡിവൈഡഡ് ബൈ 4πε0r². ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് പി എന്ന് പറയുന്ന പോയിന്റ് ഈ ഗോസിയൻ സർഫസിൽ നിന്നും ഒരുപാട് ദൂരെയാകുമ്പോഴാണ്. ഓക്കെ, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഗോസിയൻ സർഫസിൽ നിന്നും ദൂരെയാകുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ദ പോയിന്റ് പി ഈസ് ഓൺ ദ ഷെൽ, ഈ ഷെല്ലിനകത്താണ് പോയിന്റ് പി എങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഈ പറഞ്ഞ അതേ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πr²നെ 4πr² എന്നുള്ള മാറിയിട്ട് ഇ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ r² മാറിയിട്ട് അവിടെ a² വരും. ഓക്കെ, ഇനി പി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ ഷെല്ലാണ്, ഈ ഷെല്ലിനകത്താണ് പി എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ആ സമയത്ത് നമ്മുടെ ഫിഗർ തന്നിട്ടുണ്ട് പി ഇൻസൈഡ് ദ ഷെല്ലാണ്, ഷെല്ലിനകത്തൊരു പോയിന്റ് പി എന്ന് ഞാൻ സർക്കിളിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ സമയത്തും ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു 4πε0 ക്യൂ ബൈ r² ആണ്, വേർ ഡി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πr². ഓക്കെ, ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് പി ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിന്റ് ഈ സ്ഫിയറിനകത്താണ്. ഓക്കെ, അങ്ങനെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്ന ഒരു സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ആയതുകൊണ്ട് ഇവിടെ ഗോസിയൻ സർഫസ് അകത്തായതുകൊണ്ട് അവിടെ ക്യൂവിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോണം. വെൻ ദ പോയിന്റ് പി ഈസ് ഇൻസൈഡ് ദ ഷെൽ ദെൻ വി ക്യാൻ സേ ദ ടോട്ടൽ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു 0. അങ്ങനെ ടോട്ടൽ ചാർജ് ക്യൂ 0 ആകുമ്പം ഡിയുടെ വാല്യൂ ഡി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πr² എന്നാണ് അല്ലേ. അപ്പോൾ ഡിയുടെ വാല്യൂം 0 ആവും. അങ്ങനെ ഡിയുടെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും ഇ ഈസ് ഈക്വൽ ടു
ഡി ബൈ എപ്സിലോൺ ആണ്. അപ്പോൾ ഡി 0 ആകുമ്പോൾ ഇയുടെ വാല്യൂം 0 ആണ്. ദിസ് മീൻസ് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ് കണ്ടക്ടർ ഈസ് 0. അപ്പോൾ നോട്ട് ചെയ്യണം, ലാസ്റ്റ് എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ഷോ ദാറ്റ് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ് കണ്ടക്ടർ ഈസ് 0. ഒരു ചാർജ് കണ്ടക്ടറിൻ്റെ ഇൻസൈഡിലുള്ള ഫീൽഡ് 0 ആണ്. ഓക്കെ, എപ്പോഴെങ്കിലും പ്രൂഫായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെക്കണം. ഓക്കെ, ഫ്രം ഗോസ് ലോ വി നോ ദാറ്റ് എന്താണ് ചാർജ്ഡ് കണ്ടക്ടർ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഫീൽഡ് ഇൻസൈഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി 0. ഓക്കെ, ഇനി രണ്ടാമത്തെ അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോവുകയാണ്. അതൊരു സിലിണ്ട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ സിലിണ്ട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്, ഒരു ലോങ് സിലിണ്ട്രിക്കൽ കണ്ടക്ടറാണ്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ കണ്ടക്ടറിനെ ഞാൻ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാർജ് ഡെൻസിറ്റി റോ ആണ്. ഓക്കെ, അപ്പോൾ ഒരു വോളിയത്തിനകത്തുള്ള ചാർജ് ഡെൻസിറ്റിയെ ഞാൻ റോ വി എന്ന് പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ലെങ്ത് എല്ലിനകത്തുള്ള ചാർജ് ഡെൻസിറ്റിയെ ഞാൻ റോ എൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത്തിനകത്ത് ഒരു യൂണിറ്റ് പോർഷൻ, ഒരു സിംഗിൾ പോർഷനകത്തുള്ള ചാർജിനെയാണ് റോ എൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ചാർജ് എത്ര ആയിരിക്കും? റോ എൽ ഇൻറ്റു ലെങ്ത് എൽ ആയിരിക്കും. മനസ്സിലായോ? ചാർജ് ഡെൻസിറ്റി ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്ര വരും? റോ എൽ ഇൻറ്റു ലെങ്ത് എൽ എന്ന് വരും. ഇനി ഗോസ് തിയറം വെച്ച് നമുക്കറിയാം സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് എസ് ഈസ് ഈക്വൽ ടു ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് നോക്കിക്കോണം, ലെങ്ത്ത് റോ എൽ ആണെങ്കിൽ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു എൽ റോ എൽ. ഓക്കെ, അപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് വരും? 2πr കൂടെ വരും. അപ്പോൾ ടോട്ടൽ എന്താണ്? ചാർജ് എൻക്ലോസ്ഡ് ഇൻ എ സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ഓഫ് ഇൻഫൈനൈറ്റ് ലെങ്ത് ആൻഡ് റേഡിയസ് എ ഉള്ള ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു സിലിണ്ട്രിക്കൽ കണ്ടക്ടറിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 2πrl ആണ്. ഓക്കെ, 2πrl എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ എന്ത് വരും? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയാൻ പറ്റും. ആണല്ലോ? ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സ്പ്രഷൻ എന്ത് വരും? 2πrl d ഈസ് ഈക്വൽ ടു എൽ റോ എൽ. ഓക്കെ, 2πrl d ഈസ് ഈക്വൽ ടു എൽ റോ എൽ എന്ന് വരും. ഓക്കെ, അതായത് ഒരു ലെങ്ത്, ഇൻഫൈനൈറ്റ് ലെങ്ത്തും റേഡിയസ് എയുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു എൽ റോ എൽ എന്ന് വന്നു. ഓക്കെ, ഇനി അതേ കണ്ടക്ടറിൻ്റെ തന്നെ ഗോസ്ലോയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പം സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് കാണണം. അപ്പോൾ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ഓക്കെ, അതിന് മാറ്റമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ആണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് എന്താ തരുന്നത്? ഈ സിലിണ്ടറിൻ്റെ ഏരിയയാണ്. അതിൻ്റെ സിലിണ്ടറിൻ്റെ ഏരിയയാണ് തരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പം എന്താണ്? 2πrl എന്ന് പറയുന്നതാണ് ആ സിലിണ്ടറിൻ്റെ ടോട്ടൽ ഏരിയ. നമ്മളവിടെ 6 വന്ന് എന്തുകൊണ്ടാണ്? നമ്മളൊരു ഗോസിയൻ സർഫസായിട്ട് ഇമാജിൻ ചെയ്യുന്നത് ഒരു സിലിണ്ടറിനെയാണ്. ആ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ് 6. ടോട്ടൽ സിലിണ്ടറിൻ്റെ ലെങ്ത് എന്ന് റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസിന് പകരം നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് 2πrl ഡിയും ഇനി ക്യൂവിന് വരെ ഇട്ട് കൊടുക്കേണ്ടത് എൽ റോ എല്ലും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ത്? ഇ ഈസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു എപ്സിലോൺ 0. ഓക്കെ, ഇനി പി എന്ന് പറയും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിൻറ്റ് പി ആണ് ഈ കണ്ടുപിടിച്ചത്. ഇനി ഈ പി എന്ന് പറയുന്ന പോയിൻറ്റ് എന്താണ്? സിലിണ്ടറിലാണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എ വരും. അങ്ങനെ ആർ ഈസ് ഈക്വൽ ടു എ വരുമ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ 2πr വരില്ല, 2π എപ്സിലോൺ 0 ഇൻറ്റു എ എന്ന് വരും. ഓക്കെ, ഇനിയും വെൻ ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ് ദ സിലിണ്ടർ ആണെങ്കിൽ അവിടെ എന്ത് വരും? വെൻ ദ പോയിൻ്റ് ഈസ് ഫൗണ്ട് ടു ബി ഇൻസൈഡ് ദ സിലിണ്ടർ ദെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫൗണ്ട് ടു ബി 0. ബിക്കോസ് എന്താണ്? ചാർജിൻ്റെ വാല്യൂ, ക്യൂവിൻ്റെ വാല്യൂ 0 ആയിട്ടാണ് നമ്മൾ അവിടെ ഇമാജിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് ഒരു ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ്. ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? ഒരു പർട്ടിക്കുലർ പോയിൻ്റ് പി ഉണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം എ ലൈൻ ചാർജ്. ഒരു ലൈൻ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറാണ്. അങ്ങനെ ഇമാജിൻ ചെയ്യുക. അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി
അതായത് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ എൽ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് എൽ ആകുമ്പം, ഇവിടെ സിലിണ്ടറായിട്ട് എടുക്കുന്നില്ല, ലെങ്ത് എൽ ആകുമ്പം ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു എൽ റോ എൽ എന്ന് വരും. ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്ത് വരും? എൽ റോ എൽ വരും. ഇനി അടുത്തത് നമുക്ക് ഏരിയയുടെ കാര്യമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെയും ഏരിയയുടെ കാര്യം എന്താണ്? 2πL ആണ്. 2πL ആണ് നിങ്ങളുടെ ഈ എന്താണ് ടോട്ടൽ ഡി ഡോട്ട് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് πL/r/d ആണ്. 2πL/r/d ആണ്. അപ്പോൾ 2πRL എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഈ കൺസിഡർ ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ഏരിയയാണ്. പിന്നെ ഡി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അപ്പോൾ 2πRL/d ഈസ് ഈക്വൽ ടു എന്താണ്? റോ എൽ എന്ന് വരും. അതിനകത്തു നിന്ന് ഡി ഈസ് ഈക്വൽ ടു റോ എൽ ബൈ 2πR എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം എന്താണ്? ഇ ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ 2πR എപ്സിലോൺ 0 എന്ന് പറയും. ഓക്കെ, ഇനി നാലാമത്തത് ഒരു യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്ഫിയർ ആണ്. ഞാൻ ഇമാജിൻ ചെയ്യുന്നത് ഒരു സോളിഡ് സ്ഫിയറിനെ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, ഒരു സോളിഡ് സ്ഫിയർ ആണ്. അതിൻ്റെ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്. വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്, അതായത് ഒരു പെർ യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് എന്ന് പറയുന്നത് റോ ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. ഓക്കെ, അപ്പോൾ കൺസിഡർ എ സോളിഡ് സ്ഫിറിക്കൽ റീജിയൻ ഹാവിങ് യൂണിഫോം വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജ് റോ, യൂണിഫോം വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജ് റോ ആൻഡ് റേഡിയസ് എ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ അറ്റ് എ പോയിൻറ്റ് എക്സ്റ്റേണൽ ടു സോളിഡ് സ്ഫിയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഇമാജിനറി പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. ആ പോയിൻറ്റിനെ പി എന്ന് പറയുന്നു. അത് ഈ സോളിഡ് സ്ഫിയറിൽ നിന്നും എക്സ്റ്റേണലായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇത് ഞാനൊരു സ്ഫിയർ ആണ്. സ്വാഭാവികമായിട്ടും സോളിഡ് സ്ഫിയർ ആയതുകൊണ്ട് റേഡിയസ് എ ആയതുകൊണ്ട് എന്താണ്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു 4πA³ ഇൻറ്റു 4πA³ ഇൻറ്റു റോ. അതായത് 4πA³ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ വോളിയമാണ്. റോ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജാണ്. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പം ചാർജ് ഇൻ സിംഗിൾ വോളിയം ഇൻറ്റു ടോട്ടൽ വോളിയം അല്ലേ? അപ്പോൾ 4πA³ ഇൻറ്റു റോ വരും. അപ്പം ക്യൂവിന് പകരം ഗോസ്ലോയുടെ ഇക്വേഷനകത്ത് ക്യൂവിന് പകരം 4πA³ ഇൻറ്റു റോ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ആണ്. അപ്പം ഡി ഡോട്ട് ഡി എസ് ഉണ്ട്. ഡി എസിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏരിയ കിട്ടും. ആ ഏരിയയുടെ വാല്യൂ 4πR² ആണ്. ഓക്കെ, അപ്പോൾ ഡി അതുപോലെ ഇടുന്നു. അപ്പോൾ ഏരിയയ്ക്ക് പകരം, അതായത് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എസിന് പകരം ഞാൻ കൊടുക്കുന്നത് 4πR² ആണ്. ഓക്കെ, അപ്പോൾ 4πR² കൊടുത്തു കഴിയുമ്പം ഗോസ്ലോയ്ക്കകത്ത് 4πR² ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ക്യൂ വരും. ക്യൂവിൻ്റെ വാല്യൂ 4πA³ റോ ഇട്ട് കൊടുക്കണം. 4πA³ റോ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ്? ഇക്വേഷൻ സോൾവ് ചെയ്ത് വരും. ഓക്കെ, ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് പോയിട്ടില്ല. ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പിലും കാണിച്ചു. ഡി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πR². ആ ക്യൂവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 4πA³ ഇൻറ്റു റോ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചാർജ് ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു 4πയും 4πയും ക്യാൻസൽ ചെയ്തിട്ട് A³ ഡിവൈഡഡ് ബൈ R² ഇൻറ്റു റോ എന്ന് വരും. ഓക്കെ, അതിനകത്തുനിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കണ്ടുപിടിക്കണം. ഓക്കെ, അത് അത്രയും ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടില്ല. ആ ഒരൊറ്റ സ്റ്റെപ്പ് നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ പോയിൻ്റ് പി ഈസ് ഫൗണ്ട് ടു ബി ഓൺ ദ സ്പിയറിലാണ്. പോയിൻ്റ് പി എന്ന് പറയുന്നത് സ്പിയറിലാവുമ്പം നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെ വരും? 4πR² ഡി ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4/3πA³. ഓക്കെ, A³ R³ റോ ഡിവൈഡഡ് ബൈ വീണ്ടും A³ വരും. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോകുമ്പം 4/3 റോ ഈസ് ഈക്വൽ ടു ക്യൂ വരുന്നു. അതിനകത്തുനിന്ന് ഡിയുടെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് ഈ യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്ഫിയർ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക.
അപ്പം മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പോയിൻ്റ് ഓൺ സ്ഫിയർ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എന്താണ് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി എന്ന് പറയുന്ന പോയിന്റിലെയാണ്. ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മുടെ സ്ഫിയറിൻ്റെ സർഫസിലാവുമ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, അതാണ് എന്താണ് പോയിൻ്റ് ഓൺ സ്ഫിയർ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ സെക്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പം നമുക്ക് വേണ്ടത് ഗോസ് ലോയാണ്. ഗോസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗോസ് ലോയുടെ ഇക്വേഷൻ ഡബിൾ ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ആണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഡി എസിന് പകരവും ക്യൂവിന് പകരവും എന്താണ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഡി എസിന് പകരവും ക്യൂവിന് പകരവും നമ്മൾ വേറെ വാല്യൂസ് കൊടുക്കുന്നു. ഡി എസിന് പകരം നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 4πr² ആണ്. 4πr² ആണ് സ്മോൾ ലെറ്റർ ഡി എസ് ഏരിയയ്ക്ക് പകരം കൊടുക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഡെൻസിറ്റി, അല്ലെങ്കിൽ ചാർജ് ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? ക്യൂവിന് പകരം കൊടുക്കുന്നത് 4πa³ റോയാണ്. 4πa³ റോയാണ്. 4πa³ റോ കൊടുക്കുക. അപ്പോഴത്തേക്കും ഒരു സൈഡിൽ 4πr² d ഈസ് ഈക്വൽ ടു എന്താണ്? നിങ്ങളുടെ QR³/a³ എന്ന് കിട്ടും. അതിനകത്തുനിന്ന് ഡിയുടെ വാല്യൂ QR³ ഡിവൈഡഡ് ബൈ 4πr² കൊടുക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു QR ഡിവൈഡഡ് ബൈ a³ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇയുടെ വാല്യൂ 1/4π ഒരു എപ്സിലോൺ വെച്ച് ഡിവൈഡ് ചെയ്ത് QR ഡിവൈഡഡ് ബൈ a³ എന്ന് കൊടുക്കും. ഓക്കെ, ഇത്രയാണ് ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻ. അടുത്ത വരുന്ന വേറൊരു പുതിയ ലോയാണ്. ആ പുതിയ ലോയ്ക്ക് പറയുന്ന പേരാണ് ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. ഇതിന് പറയുന്ന പേരാണ് ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. ഈ ലോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലോ അല്ല, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലോയാണ്. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലോയാണ്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൽ എന്താണ്? നമ്മുടെ ഗോസ് ലോ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇയും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഈ ഗോസ് ലോയ്ക്ക് സമാനമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലോയാണ് ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. അപ്പോൾ ആംപിയേഴ്സ് സർക്യൂട്ട് ലോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് ദാറ്റ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എച്ച് around a closed path is same as the net current enclosed by the path. അപ്പം ഇത് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ്, ഇപ്പോൾ ഏതാണ്? ലൈൻ ഇൻ്റഗ്രൽ ആണ് ഓഫ് എന്താണ്? എച്ച് ആണ്. അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു DL ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തിൻ്റെ ലൈൻ ഇൻ്റഗ്രലാണ്? എച്ചിൻ്റെ ആണ്. എച്ച് എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. അപ്പം ഇൻ്റഗ്രൽ H.dl ഈസ് ഈക്വൽ ടു കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്, ആ പാത്തിലുള്ള കറണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് നോക്കുക. ഈ തൊട്ടടുത്തൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ഫിഗർ പറയുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇമാജിൻ എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അതിലേക്കൂടെ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഒഴുകി പോകുന്നുണ്ട്. ഓക്കെ, I എന്ന് പറയുന്ന ഒരു കറണ്ട് ഒഴുകി പോകുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ്? ഒരു കറണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡയറക്റ്റ് കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടെ പോകുമ്പം ആ കണ്ടക്ടറിൻ്റെ എക്രോസിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് H വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്ന് സ്മോൾ ലെറ്റർ എച്ച് മാറിയാണ് നമ്മുടെ എന്തുള്ളത്? ഒരു എന്താണ്? പോയിൻ്റ് ഉള്ളത്. റൈറ്റ്, ആ പോയിൻറ്റിൻ്റെ അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇമാജിനറി സർക്കിൾ കാണുന്നു വിത്ത് റേഡിയസ് എച്ച്. ഒരു ഇമാജിനറി സർക്കിൾ വിത്ത് റേഡിയസ് എച്ച് കാണുന്നു. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് H.dl ആണ് എനിക്ക് കാണേണ്ടത്. ഇൻ്റഗ്രൽ ഓഫ് H.dl. അപ്പോൾ ഇനി എച്ച് എന്ന് വെച്ചാൽ എന്താ? മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ചിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു കറണ്ട് ഫ്ലോയിങ് ഡിവൈഡഡ് ബൈ 2πh ആയിരിക്കും. കറണ്ട് ഫ്ലോയിങ് ഡിവൈഡഡ് ബൈ 2πh ആയിരിക്കും. πh എന്ന് പറയുന്നത് എന്താ? എച്ച് എന്താ? ഇവിടെ റേഡിയസ് ആണ്.
ഓക്കെ, അപ്പോൾ 2πr എന്ന് പറയുന്നതിന് പകരം ഇവിടെ r ഇസ് ഈക്വൽ ടു എന്താണ് h. അപ്പം h ഇസ് ഈക്വൽ ടു i ഡിവൈഡഡ് ബൈ 2π സ്മോൾ h. അത് ഞാൻ ഇക്വേഷനിൽ കൊടുക്കുന്നു. അപ്പം എന്താണ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് i ഡിവൈഡഡ് ബൈ 2πh ഇൻറ്റു dl എന്ന് വരും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ i ഡിവൈഡഡ് ബൈ 2πhനെ ഞാൻ പുറത്തെടുത്തു. i ഡിവൈഡഡ് ബൈ 2πhനെ ഞാൻ ഇൻറ്റഗ്രലിൻ്റെ പുറത്തെടുത്തു. അപ്പോൾ അകത്തെന്ത് വരും, i ഡിവൈഡഡ് ബൈ 2πh ഇൻറ്റഗ്രൽ dl എന്ന് വരും. ഇൻറ്റഗ്രൽ dl എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ലെങ്ത് ഓവർ വിച്ച് വി കൺസിഡറിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ dl എന്ന് പറയുന്ന ലെങ്ത്തിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ലെങ്ത് കിട്ടും. ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 2πh ആണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 2πh ആണ്. അങ്ങനെയാണെങ്കിൽ 2πhും 2πhും ക്യാൻസൽ ചെയ്യും, നമുക്ക് കിട്ടുന്നത് i എന്ന് പറയും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എന്താണ് ആംബിയസ് സർക്യൂട്ടൽ ലോ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കേ ഇൻറ്റഗ്രൽ. ഇനി ഞാൻ ആ ഏറ്റവും ടോപ്പിൽ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷൻ പറയുവാണ്. കറണ്ട് എൻക്ലോസ്ഡ് i എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ h ഡോട്ട് ഡി എൽ. ഓക്കെ, ഇൻറ്റഗ്രൽ h ഡോട്ട് ഡി എൽ എന്ന് പറയും. ഓക്കെ, ഈ എച്ച് ഡോട്ട് ഡി എല്ലിന് പകരം ഞാൻ കൊടുക്കുന്നത്, ഇത് കാണാൻ പഠിക്കേണ്ട ഒരു സാധനമാണ്, എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എച്ച് ഡോട്ട് ഡി എസ് എന്ന് വരും. അതൊരു ഐഡൻറ്റിറ്റിയാണ്, നിങ്ങൾ പഠിക്കണം. ഡെൽ ക്രോസ് എച്ച് ഡി എസ് എന്ന് വരും. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻ്റെ രണ്ട് സൈഡും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. ഐ എൻക്ലോസ്ഡ്, കറണ്ട് എൻക്ലോസ്ഡ് എത്ര, ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും പറഞ്ഞു, കറണ്ട് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് ആണ്, ജനറൽ ഇക്വേഷൻ ആണ്. കറണ്ട് ഈസ് ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ, അപ്പോൾ ജെ ഡോട്ട് ഡി എസ് ആണ്. ഇനി ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എല്ലിനെ ഞാൻ വേറൊരു ഫോമിൽ എഴുതി, സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എച്ച് ഡി എസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സാധനം കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പം സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എച്ച് ഡി എസ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. രണ്ട് ഇൻറ്റഗ്രലും വെട്ടി പോകുമ്പോൾ ഡി എസിനെ എടുത്ത് കളയുമ്പം ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് പറയും. അതൊരു മാക്സ്വെൽസ് ഇക്വേഷനാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആംബിയസ് സർക്യൂട്ടൽ ലോ, ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ലോ പറയുന്നത് എന്താണ്, ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു കറണ്ട് ഐ എൻക്ലോസ്ഡ്, അല്ലെങ്കിൽ ഐ എന്നും പറയാം. ഐ എൻക്ലോസ്ഡിനാണ് ഐ എഴുതിയിട്ട് സഫിക്സ് ആയിട്ട് ഇ എൻ സി എന്ന് എഴുതിയത്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഐ എന്ന് മാത്രം എഴുതാം, എങ്ങനെ പറഞ്ഞാലും സെയിം തന്നെയാണ്. അതാണ് ആംബിയസ് സർക്യൂട്ടൽ ലോ. ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു കറണ്ട് ഫ്ലോയിങ് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ഓക്കെ, ഇനി എന്താണ് ആംബിയസ് സർക്യൂട്ടൽ ലോയുടെ ആപ്ലിക്കേഷൻ? ഗോസ് ലോ നമുക്ക് എന്ത് വന്നു? ഗോസ് ലോയിൽ നിന്ന് മുമ്പേ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും. അതുപോലെ നമ്മുടെ ആംബിയസ് സർക്യൂട്ടൽ ലോ നമുക്ക് തരുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്, ആംബിയസ് സർക്യൂട്ടൽ ലോയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ചിനെ നമുക്ക് കാണാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ചിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഈ ലോയിൽ നിന്ന് കാണാൻ പഠിക്കാൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആദ്യം ഒരു ടൊറോയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എടുക്കുന്നു. ടൊറോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു സെയിം ആയിട്ടുള്ള റീജിയൻ, മീൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റീജിയൻ. ഓക്കെ, അങ്ങനെ ഒരു കോണ്ടിയൂർ അല്ലെങ്കിൽ ഒരു ലൂപ്പ്, ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ, ഒരു റിപ്പീറ്റിംഗ് സ്ട്രക്ചർ, എങ്ങനെ വേണമെങ്കിലും പറയാം. നമ്മളൊരു കോണ്ടിയൂറിനെ ഇമാജിൻ ചെയ്തു. ആ കോണ്ടിയൂറിനകത്ത് അതിൻ്റെ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ഐ ആണ്. ഓക്കെ, അതിൻ്റെ അങ്ങനെ വരുമ്പം ടോട്ടൽ കറണ്ട് ഐ ആണ്. അതിൻ്റെ റേഡിയസ് എൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് എൻ നമ്പർ ഓഫ് വളയങ്ങളുണ്ട്, ലൂപ്പുണ്ട്. അപ്പം ഒന്നിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പം അതിൻ്റെ ലെങ്ത്, ഒരു ലൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വളയത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് 6 ആകുമ്പം നമുക്കറിയാമല്ലോ, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 2πr. ഓക്കെ, അതേപോലെ ഒരുപാട് റിങ്സ് ഉണ്ടെങ്കിൽ, എൻ നമ്പർ ഓഫ് റിങ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്ര വരും? 2πr ഇൻറ്റു എൻ. ഓക്കെ, അപ്പം ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ആണ്. എച്ചിനെ എടുത്ത് വെളിയിലിടാം. ഇൻറ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു 2πr ആണ്. ഓക്കെ, 2πnr ആണ്. അപ്പോൾ ടോട്ടൽ 2πr ഇൻറ്റു 2πnr ഇൻറ്റു എച്ച് എന്ന് പറയാം, അല്ലേ? 2πnr ഇൻറ്റു എച്ച് എന്ന് പറയാം. അതിനകത്ത് 2πrന് പകരം ഞാൻ ഐ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വേറെ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ ഡിവൈഡഡ് ബൈ
2πr എന്ന് വരുന്നു. h ഈസ് ഈക്വൽ ടു ni ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ, അതാണ് ഒരു ടൊറോയിഡിൻ്റെ കേസിൽ. അപ്പം ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr ആണ്. ടോട്ടൽ ലെങ്തിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയാം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എല്ലിന് പകരം ഞാൻ എന്ത് കൊടുക്കാം? 2πr കൊടുക്കാം. അപ്പോൾ എൻ്റെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ h ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എങ്ങനെ വരും? h ഇൻറ്റു 2πr എന്ന് വരും. ഓക്കെ, ഇനി ഇഫ് n ഓഫ് ടേൺസ്, n നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഐ ആയിരിക്കും. ദെൻ h ഈസ് ഈക്വൽ ടു ni ഡിവൈഡഡ് ബൈ 2πr. h ഈസ് ഈക്വൽ ടു ni ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റാണ്. ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റാണ്. അപ്പോൾ നമ്മളിതിന് എന്താ ചെയ്യേണ്ടത്? ഒരു ലെങ്ത് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുക്കുക. ഈ കണ്ടക്ടറിലുള്ള സർഫസിലുള്ള കറണ്ടിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് kx എടുക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് കുഞ്ഞൊരു പോയിൻ്റ് കാണുന്നു. കുഞ്ഞൊരു പോയിൻ്റ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കുഞ്ഞൊരു സ്ട്രക്ചർ കാണുന്നു. ആ കുഞ്ഞൊരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞു സ്ട്രക്ചർ. അല്ലേ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞു സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിന് ഒരു ബോക്സ് പോലെ, ഈ ബോക്സിനകത്ത് നോക്കിക്കേ, ഈ ബോക്സിനകത്ത് നമുക്ക് കറണ്ട് ഫ്ലോയിങ് തന്നിട്ടുണ്ട്. ആ ബോക്സിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ഡയമെൻഷൻസ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ്? HY ഡയറക്ഷനിലാണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, Δy ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ ലോ പ്രകാരം ടോട്ടൽ എന്താണ്? ടോട്ടൽ ലെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് h ഡോട്ട് ഡി എല്ലിനെ എങ്ങനെ എഴുതാൻ പറ്റും? HY Δy പ്ലസ് HY Δy പ്ലസ് HY Δy ഈസ് ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് kx ആണ്. അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് Δy ആയിട്ട് എടുത്തു. അപ്പം kx ഇൻറ്റു Δy എടുത്തു. അപ്പോൾ Δy മൂന്നും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ 2hy ഈസ് ഈക്വൽ ടു kx. അങ്ങനെയാണെങ്കിൽ hy ഈസ് ഈക്വൽ ടു kx ബൈ 2 എന്ന് വരും. അതാണ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞുള്ളതാണ് അത് കഴിഞ്ഞ് വീണ്ടും കാണിക്കുകയാണ് 2 ഇൻഫൈനൈറ്റ് പാരലൽ പ്ലെയിൻ ഷീറ്റ്. അതായത് 2 പാരലായിട്ട് വെച്ചിട്ടുള്ള കണ്ടക്ടേഴ്സാണ്. അതിൻ്റെ ലെങ്ത് ഇൻഫൈനൈറ്റ് ആണ്. അതിനിടയ്ക്കായിട്ടുള്ള നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അവിടെയും ഞാനൊരു കുഞ്ഞു ബോക്സ് കണ്ടു. ആ കുഞ്ഞു ബോക്സ് കാണാം. ആ കുഞ്ഞു ബോക്സിൻ്റെ പേരാണ് ആംപീരിയൻ ലൂപ്പ് എന്ന് പറയുന്നു. ആംപീരിയൻ ലൂപ്പിൻ്റെ ഡയമെൻഷൻ ഞാൻ തന്നിട്ടുണ്ട്, Δy ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് HY ഇൻറ്റു Δy ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു കറണ്ട് ആണ്. കറണ്ടിന് പകരം ഇവിടെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് kx ഇൻറ്റു Δy ആണ്. kx ഇൻറ്റു Δy ആണ്. അതിനകത്ത് നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി HY ഈസ് ഈക്വൽ ടു kx എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് അത് കഴിഞ്ഞ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ പോർഷൻ